അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. ജസ്റ്റ് ഇതിൽ ഇടയ്ക്കൊക്കെ വല്ല മെസ്സേജ് ഇടും, അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയായിട്ടൊരു കോണ്ടാക്ട് ഇല്ല ഇപ്പം. കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം, പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല 7 വർഷമായിട്ട്. അങ്ങനെയാണെങ്കിൽ തലേന്ന് മരണസമയത്ത് മരിക്കാൻ പോയ മനുഷ്യനെന്തിനാ ഓടി എന്നെ കാണാനോ എൻ്റെ വാവുട്ടെ എന്ന് പറഞ്ഞ് ഓടി വന്നത്? അവിടെ ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ലെങ്കിൽ അയാൾ ഷൂട്ടിന് പോയാൽ അവിടെ നിൽക്കാമല്ലോ. എത്രയോ ദിവസം ഹോട്ടൽ റൂമുകളിൽ നിൽക്കാം. ഒരു ദിവസം പുള്ളി നിൽക്കത്തില്ല ഷൂട്ടില്ലെങ്കിൽ. പുള്ളി ഓടി വരും എന്നെ കാണാൻ, അല്ലെ എൻ്റെ മക്കളെ കാണാൻ. ഞാൻ സമാധാനം കൊടുക്കാത്തൊരു ഭർത്താവാണെങ്കിൽ പണ്ടേ ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞതാ, ഞാൻ കാരണം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ഞാൻ കാരണമല്ല ശ്രമിക്കുന്നത്, അല്ല ഞാൻ കാരണമല്ല ഇദ്ദേഹം വേദനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടല്ലോ. ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ അതിനകത്തെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും കിട്ടുമല്ലോ. വേണ്ട, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അയച്ച പല വോയിസുകളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇവർ ഈ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കാനും പല വ്ളോഗേഴ്സിന് ഇതൊക്കെ കൊടുക്കാമല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും എന്തിനാ മരിച്ചു പോയ ആ മനുഷ്യനെ വെറുതെ വീണ്ടും ഇതാക്കുന്നത് നമ്മൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമം രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെ കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അന്ന് പോലും ഒരു പട്ടിണി കിട്ടിട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടിട്ടില്ല, പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ വന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും. ഇന്ന് എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇടൂ. 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എങ്ങനെയാ നോക്കിയെന്ന് ഈ മനുഷ്യനറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, അയൽപക്കംകാർക്കറിയാം, എൻ്റെ ബന്ധുമിത്രാദികൾക്കറിയാം. എൻ്റെ ബന്ധുക്കൾ വീട്ടിൽ വന്ന എൻ്റെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ വന്ന എൻ്റെ എന്തെങ്കിലും ഫുഡ് ഐറ്റം വല്ലതും കൊണ്ടുവന്ന എൻ്റെ അമ്മ പറയും, ദേ അവൻ്റെ കൊടുക്കുക, അവനൊരു ഇത് വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ, ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്. അറിയോ? അതൊക്കെ മറന്നവൻ. രാഹുൽദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവനെന്ത് പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണു സുധിയുടെ വീട്ടുകാർ, രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ. രാഹുൽദാസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രേണുസുധിക്ക് റീച്ച് ഒക്കെ കുറഞ്ഞ് രേണുസുധിനെ ഇപ്പൊ ആരും എടുത്ത് റിയാക്ട് ഒക്കെ ചെയ്യാത്തത് കൊണ്ട് തന്നെ രേണുസുധി തന്നെ ഇപ്പോൾ ഒരു കണ്ടന്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചധികം ആൾക്കാർ കണ്ടു കാണും. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്ത് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇപ്പം ആദ്യം തന്നെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, കിച്ചുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഷെയറും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു ഇന്റർവ്യൂയുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇപ്പം ആരും എടുത്ത് സംസാരിക്കുന്നില്ല, റീച്ചും കുറച്ചൊക്കെ കുറവാണ്. അപ്പം ഒന്ന് റീച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം ഈ ഇന്റർവ്യൂ. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കിച്ചു എന്താണ് സ്വന്തം ബ്രാൻഡൊക്കെ തുടങ്ങി അവന്റെ കാര്യം നോക്കി പോകുന്നുണ്ട്. പിന്നെ അവൻ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. അതൊക്കെ പേടിച്ചിട്ട് കിച്ചുവിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളൊരു രീതിയിലാണ് രണ്ടാമത്തെ ഇന്റൻഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം, ഇതാണ് 2 ഇന്റൻഷൻ. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്.
ഓക്കെ, ഇവര് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്ന് പണ്ടെങ്ങാണ്ട് അതുൽ ബ്ലോഗ് ഇട്ട ഒരു സംഭവം. അതായത് ഇവര് ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഹനാൻ പറഞ്ഞിട്ടുണ്ട് ഇവര് മൂന്നാമതൊരു കുട്ടീനെ പ്രഗ്നന്റ് ആയിട്ട് അത് അബോഷൻ ചെയ്യാൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അബോഷൻ അങ്ങനത്തെ കുറച്ചധികം അന്നൊന്നും പറയാത്ത കാര്യം ഇത്രയും കാലം കഴിഞ്ഞിട്ട് വന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതായത് ഇവർക്ക് ക്യാൻസർ ആയ ഒരു സമയം, ആ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ ഒരു സമയം ഒരു റിയാക്ഷൻ ബ്ലോഗേഴ്സ് പോലും എന്താണ് എല്ലാവരും തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത്. ആദ്യം ഒരു നേഴ്സ് വന്നിട്ട് രേണുവിന് ക്യാൻസർ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് ഞാൻ സഹിതം പറഞ്ഞത് ആ ഒരു നേഴ്സിനെ തന്നെയാണ് നെഗറ്റീവ് പറഞ്ഞത്. കാരണം അങ്ങനെ അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ വന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞു. അന്നപ്പോ കുറെ ഇങ്ങനെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറെ അധികം നാടകങ്ങൾ പോലത്തെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തി. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ അസുഖമാണെന്നുള്ളതൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു, ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരാതിരിക്കട്ടെ. പക്ഷേ നമുക്കൊക്കെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വലിയ വലിയ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിന്റെ പുറകോട്ട് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കും. നമ്മൾ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണോ, അല്ലെങ്കിൽ ഞാനൊന്ന് മാറണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഈ ഒരു സ്ത്രീനെ ഇവർക്ക് ഇത്രയും വന്നിട്ട് പോലും അവർ പഴയ എന്താണോ അതിന്റെ അപ്പുറമാണ്. ഇപ്പൊ അവര് ആ കിച്ചുവിനെ ദ്രോഹിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം. നേരത്തെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കിച്ചുവിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടാൽ ഇവരതെടുത്ത് ഇവരുടെ അക്കൗണ്ട് ഷെയർ ചെയ്യും. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ കിച്ചുവിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയത്തുമില്ല. ഓക്കെ, അക്കൗണ്ട് ഷെയർ ചെയ്യത്തേ ഉള്ളൂ. മറ്റുള്ളവർ പറഞ്ഞത് എന്തെങ്കിലും ഇവരെ കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അക്കൗണ്ട് ഷെയർ ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ ഇവരായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് ഒന്നും പറയത്തില്ല. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പറയുന്നത് എന്താണ്, 11 വയസ്സ് മുതൽ ഞാനങ്ങ് നോക്കി. പിന്നെ അതായത് ഇവരുടെ കസിൻസ് ഒക്കെ വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും കഴിക്കാനുള്ള പലഹാരങ്ങൾ കൊണ്ടുവന്നാലും ഇവരുടെ അമ്മ പറയുമായിരുന്നു അത് അവന് കൊടുക്കണം. ഞാനാണ് ഇത്ര നാൾ നോക്കിയത്, ഇവന് തിന്നാൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അപ്പൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസ തന്നെയാണ്, പൈസ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് നിങ്ങൾ തിന്നാൻ കൊടുത്തത്, അല്ലാതെ നീ പണിക്ക് പോയിട്ടൊന്നും അല്ലല്ലോ കൊടുത്തത്. ഓക്കെ, ഇപ്പം അത് ശരിയാ, പണിക്ക് പോയിട്ട് അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങൾ പണിക്ക് പോയിട്ട് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് 500, 100, 200 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയം മുതൽ ഞാൻ നോക്കി എന്ന് പറയുന്ന അവൻ ആ നോക്കിയതിനെ കുറിച്ച് അവൻ വളരെയധികം കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടാണ്. ഒരു മുറിയില് ആരും സംസാരിക്കാൻ പോലും ഇല്ലാതെ സ്വന്തം അച്ഛൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ആ ചെറുക്കൻ, ആ കുഞ്ഞ് അനിയൻ വന്ന് നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. ലാപ്ടോപ്പും വേറെ ആരും സംസാരിക്കാൻ പോലും ആരും ഇല്ലാതെ അവനൊരു സൈക്കോ ഇതിലായി മാറിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ അവൻ പറഞ്ഞതാണ്. സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയോ, അതാണോ നിങ്ങൾ നോക്കിയത്? അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളുടെ ചേച്ചിയും ഹസ്ബൻഡും ഒന്നും പണിക്ക് പോകത്തില്ല, ഇവരെ എല്ലാരെയും നോക്കിയാണ് ഇത്രയും കടവും ബാധ്യതവും കാര്യങ്ങളും ഒക്കെ ആയത്. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് നോക്കിയ ഭയങ്കര കഥകളും 11 വയസ്സ് മുതൽ വളർത്തിയ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളൊരു അമ്മയാണോ? അറ്റ്ലീസ്റ്റ് അമ്മയല്ല, നിങ്ങൾ ഒരു രണ്ടാനമ്മയാണ് ശരിക്കും. ഇപ്പം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിലൂടെ നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു രണ്ടാനമ്മ തന്നെയാണ്. രണ്ടാനമ്മ എന്ന് രണ്ടാനമ്മയാവും. പണ്ടൊക്കെ പറയായിരുന്നു എനിക്ക് 2 മക്കളാ, എനിക്ക് എൻ്റെ മക്കള്, ഞാൻ എൻ്റെ ആദ്യം അവനെ അമ്മയെന്ന് വിളിച്ച എത്രയാണെങ്കിലും എനിക്ക് രക്തബന്ധം പലപ്പോഴും നമുക്ക് രക്തബന്ധം ഇല്ലാത്ത ആൾക്കാർ നമ്മൾക്ക് അതിന്റെ അപ്പുറമായിട്ട് വരുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അമ്മ മകൻ ബന്ധം സ്വന്തം മക്കളുള്ളപ്പം ഓഫ്കോഴ്സ് അത് അങ്ങോട്ടേ പോകത്തുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾ ഈ സംസാരിക്കുന്ന വീട് പോലും അവനാണ് ഇപ്പൊ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ 2 മക്കളുടെ പേരിലാണ് ഈ പറഞ്ഞാലും ഒരാൾ മൈനറാണ്, ഒരാൾ അപ്പം അവന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നത്. ആ ഔദാര്യത്തിൽ ഇരുന്നുകൊണ്ടാണ് അവനെ ഇത്രയധികം കുറ്റം പറയുന്നത്. സോ നിങ്ങളൊന്ന് കണ്ണ് തുറക്കും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പുറകോട്ടുള്ള ലൈഫ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിൽ വരുന്ന പറയുന്നുണ്ടല്ലോ, രാഹുല് അല്ലെങ്കിൽ കിച്ചു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വിഷമമുള്ളവരുടെ വിഷമം അങ്ങ് തീരട്ടെ.
അല്ലെങ്കിൽ എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. അവൻ അത്രയും പ്രായമുള്ള അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അവൻ പറഞ്ഞ എന്താണ്? ഇന്നലെ നാളെ ആ ചെറിയ കൊച്ചു വളർന്നു വരുവാണ്, അവനതൊരു നാണക്കേടാണ്, എനിക്കൊരു നാണക്കേടാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുന്നത്? ബിഗ് ബോസിലൊക്കെ പോയി ഇത്രയും ഫെയിമുള്ള ഒരാളല്ലേ, ഇതിനുത്തരം കൊടുക്കൂ, ഇതിനുത്തരം കൊടുക്കുക. അല്ലാതെ സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തതാണ് തെറ്റ്. അവൻ ചുമ്മാ വന്നിരുന്ന് ഓപ്പൺ, അല്ലെങ്കിൽ നിങ്ങളെ പോലെ ചുമ്മാ വന്നിരുന്ന അവന് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്നും പറയണ്ട, അവന്റെ ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇതെന്താണ് ഇവർ കാണിക്കുന്നത്, ഇവരങ്ങനെയൊന്നും അല്ല എന്ന് ചുമ്മാ ഒരു 10 വീഡിയോ ഇട്ടാ അവന്. പക്ഷെ അവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം അവൻ അവൻ്റെതായിട്ടുള്ള ഒരു ബ്രാൻഡ് തുടങ്ങി, അത് നന്നായിട്ട് പോകുന്നു. ആരെയും കുറ്റം പറയാതെ അവനെ ഇത്രയും കുറ്റം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തോരം റീച്ച് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്യാൻസർ വന്ന ടൈമിൽ ഓരോ ആൾക്കാരും നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഈവൻ ഞാനാണെങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് നിങ്ങളെ പൈസ ഒന്നും തന്ന് സഹായിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് 1 രൂപ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കട്ടെ, 10 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം 9 ലക്ഷം അത്രയും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ വ്യൂസും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇന്നത് നോക്കി 21K 30, ബിക്കോസ് നിങ്ങളുടെ സംസാരം കൊണ്ടാണ്. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് 11 വയസ്സ് മുതൽ ഞാൻ നോക്കിയൊരു മോനുണ്ടായിരുന്നു, അവൻ എന്നെ കാണാൻ വരുന്നില്ല എന്നുള്ളൊരു കാര്യം, അവൻ എന്നോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ലോകം മുഴുവനും ഉള്ളവരെല്ലാവരും അവനെ കുറ്റം പറയും. കിച്ചു നീ ഒന്ന് പോണേ, അല്ലെങ്കിൽ അവനൊന്ന് പോണേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആരാണെങ്കിലും മിണ്ടാതിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. പിന്നെ അവിടുന്ന് ഇറക്കുമതി ചെയ്ത നിങ്ങളുടെ ബിഷപ്പോ അങ്ങേര് വേറൊരു ഫ്രോഡ്, അയാള് കിടന്ന് കുറെ പറയുന്നു. ഞാനൊക്കെ ആയിരുന്നു അവന്റെ സ്ഥാനത്തെങ്കിൽ ഞാനിങ്ങനെ മിണ്ടാകുന്നില്ല, ഞാൻ നല്ല രീതിക്ക് പറയും, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിൽ പോലും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇത്രയും ഒരു വലിയൊരു ഇത് വന്നിട്ട് പോലും ഒരു ബോധവും വിവരവും ബോധവും ഇല്ലാത്തതാണെന്നല്ല, പക, വിദ്വേഷം, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലാണ്, ഈ ഒരു ഇന്റർവ്യൂ എടുത്ത് കാണുമ്പോൾ കുറേ അധികം കരച്ചില്, പണ്ടെങ്ങാണ്ട് നടന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് നിങ്ങൾ തന്നെയാണ്. ആ ഒരു ആങ്കർ അവിടെ ചോദിക്കുന്നുണ്ട്, കിച്ചു രേണുവിനെ ഗർഭിണിയാക്കി എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ഒരു സ്വന്തം അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഇമോഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ചിരിച്ച് അങ്ങനെ വർത്താനം പറയാൻ പറ്റത്തില്ല. ആ ആങ്കർ അവിടെ അത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ച ആങ്കറിന്റെ ചെപ്പക്കുറ്റിക്കിട്ട് അടി കൊടുത്തിട്ട് ഇറക്കി വിടുവാണ് ചെയ്യത്തുള്ളൂ, ഒരു ശരിക്കുള്ള ഒരു അമ്മയാണെങ്കിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ ഒരു സാധനം വെക്കുമ്പോൾ എന്താണ്, റീച്ച് കിട്ടും. അതാണ് മെയിൻ. റീച്ചിന് വേണ്ടി കിച്ചുവിന്റെ പേര് തകർക്കണം. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല രീതിയിൽ കിട്ടും. പക്ഷെ ഇവർക്ക് എത്ര കിട്ടിയാലും പഠിക്കാത്തൊരാൾക്കാർ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു പോകും, ദൈവമേ ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്തിനാണ് ആ കുട്ടിയോട് ഇത്രയും അധികം പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടിയുടെ അച്ഛനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ക്യാൻസർ വന്നപ്പോൾ പോലും ഇത്രയും ഒരു ആക്സെപ്റ്റൻസും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് റീച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നെഗറ്റീവിൽ കൂടെ എങ്കിലും റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് എല്ലാവരും റീച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഉണ്ടാക്കണമെങ്കിൽ എന്തായിരുന്നു, നിങ്ങൾ സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇത്രയധികം ആൾക്കാര് പിന്നെ കാണുന്നതും അല്ലെ അറിയുന്നതും ഒക്കെ. വേറെ ആരുടെയും ഒക്കെ ഭാര്യയായിരുന്നെങ്കിലോ? ഒരിക്കലുമല്ല. അവനും അവന്റെ അപ്പനും കൂടെ ഉണ്ടാക്കി തന്നതാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ വീട്ടിലെങ്കിലും കിടന്നിട്ട് അവനെ ഇത്രയധികം പറയാതിരിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ദുഷ്ടശക്തികൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവൻ വളരെ നല്ല രീതിയിൽ അവന്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ ഇവരെ ഷഫീന ബീബിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു സ്വർണ്ണ കള്ളക്കടത്തിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ ജൂഹി എന്ന് പറയുന്ന ഒരാൾ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതൊന്നും പറയാനില്ല. നിങ്ങൾ കിച്ചുവിനെ തള്ളി പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാൻ താല്പര്യമില്ല. ഇങ്ങനെ ഒരിക്കലും പറയാതിരിക്കുക. നിങ്ങൾ ലൈക്ക് എന്താ പറയാ, ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്ന രോഗം
എല്ലാവർക്കും ഒരുപാട് ആൾക്കാർക്കൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ വരുമ്പോൾ നമ്മൾ ലൈഫിൽ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈവൻ കിച്ചു നിങ്ങളുടെ സ്വന്തം മകനായിരുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് പബ്ലിക്കിൽ വന്നിരുന്ന് പറയുവല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ കിച്ചുവിനെ ബ്ലോക്ക് ആക്കി ഇട്ടേക്കുവാണെന്ന്. ഒരു സ്വന്തം മകനായിട്ട് കരുതിയ ഒരു അമ്മയ്ക്കും ഒരു മക്കളോട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു അമ്മ മക്കൾ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മുടെ അമ്മയോട് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം. കാരണം ആ അമ്മയെ പൊറുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അമ്മയോട് ചെയ്യാമെന്നല്ല ഗൈസ്, അതായത് നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അത് ഈ ലോകത്ത് പൊറുക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ, നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് മാത്രമേ അത് പൊറുക്കാൻ പറ്റുള്ളൂ. ഇത് നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്ന അവനെ എങ്ങനെ തകർക്കാം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്തൊരു അമ്മയാണ്, നിങ്ങളൊരു രണ്ടാനമ്മ, നിങ്ങൾ കറക്റ്റ് ഒരു രണ്ടാനമ്മ തന്നെയാണ്. റീച്ചിന് വേണ്ടിയിട്ടും കിച്ചുവിനെ തകർക്കാനും വേണ്ടിയിട്ടാണ്. എത്ര ട്രൈ ചെയ്താലും ഇനി നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു. നിങ്ങൾ ഇവിടെ ആരും പറയുന്നില്ല ഒരു വിധവയ്ക്ക് പൊട്ടു തൊടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വിധവയ്ക്ക് ഒരുങ്ങി നടക്കാൻ പറ്റത്തില്ല, അല്ലെ ഇപ്പോ നിങ്ങൾ പറയുന്ന ക്യാൻസർ പേഷ്യന്റ് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല, അങ്ങനെ ആരും പറയുന്നില്ല. നിങ്ങൾ എന്തിനാണ് ആരുമില്ലാത്ത ആ ചെറുക്കൻ കൊച്ചിനെ ഇത്രയധികം പിന്നെ കുറ്റങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെയാണ് നിങ്ങൾക്ക്. അല്ലാതെ പണ്ടങ്ങാണ്ട് നടന്ന കാര്യം ഇപ്പൊ നിങ്ങൾ തമ്മിലിട്ട്, അപ്പൊ നിങ്ങൾ ആ ഒരു സംഭവം, അതായത് കിച്ചു രേണുവിനെ ഗർഭിണിയാക്കി എന്ന് പറയുന്ന ഒരു സംഭവം, അത് നിങ്ങളുടെ തമ്മിലിൽ നിങ്ങൾ ഉപയോഗിച്ചതല്ലേ? അത് പണ്ടെങ്ങാണ്ട് ഇട്ടൊരു സംഭവമാണ്. ഇത്രയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 100-ലധികം ഇന്റർവ്യൂസ് കൊടുത്തു, അതിലൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൽ എന്താണ് കൊണ്ടിട്ട്? ബിക്കോസ് ഇപ്പൊ ആരും നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് റീച്ചില്ല, അതുകൊണ്ടാണ്. അപ്പൊ ആ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇനിയിപ്പൊ കിച്ചുവിനെ വെച്ച് അങ്ങ് റീച്ച് ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും. ഇത്രയും നാളും സുധീനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, അതിപ്പോ കഴിഞ്ഞു. പിന്നെ കുറച്ച് നാൾ ക്യാൻസർ എന്നുള്ള വാസകം, ഇപ്പൊ ക്യാൻസറും കിച്ചു എന്ന് പറയുന്ന ഒരു മെയിൻ ഇതാണ് ഇപ്പൊ നിങ്ങളുടെ റീച്ച്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും ഇതാണ് ഗൈസ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നു, കിച്ചുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി എന്ത് കിച്ചുവിനെതിരെ ഇവർ സംസാരിച്ചാലും ഞാൻ അതിനൊക്കെ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ സംസാരിക്കും. അപ്പോൾ എത്ര നോക്കിയാലും ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും റീച്ച് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ അതോർത്ത് ഇരിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ഒരിക്കലും കിച്ചുവിനെ നശിപ്പിക്കാനും പറ്റൂല. നിങ്ങളത് മനസ്സിലാക്കുക. എനിക്കത്ര പറയാനുള്ളൂ. ശരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു രണ്ടാന അമ്മയാണ് എന്ന് നിങ്ങൾ തെളിയിക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചെഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.